ഹായ് ഫ്രണ്ട്സ്, ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേയുമായി ബന്ധപ്പെട്ട് LP, UP, HS, HSS വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരത്തിന് ഉപകാരപ്പെടുന്ന 30 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. പാർട്ട് 2ഉം 1ഉം കാണാത്തവർ അത് കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇന്ത്യ ചൈനയെ മറികടന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യമായി മാറിയത് എന്നാണ്? 2023 ഏപ്രിലിൽ. ഡെമോഗ്രാഫി എന്ന പദത്തിൽ ഗ്രാഫി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വരക്കുക. ഡെമോഗ്രാഫി എന്ന പദത്തിൽ ഡെമോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങൾ. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ എത്രയായിരുന്നു? 34 കോടി. ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്ത് ഉള്ള ഭൂഖണ്ഡം ഏതാണ്? യൂറോപ്പ്. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്? 7ാമത്തെ. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ഭൂഖണ്ഡം ഏതാണ്? അന്റാർട്ടിക്ക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല ഏതാണ്? സെർച്ചിപ്പ്, മിസോറാമിൽ. സ്ഥിര ജനസംഖ്യയില്ലാത്ത ഒരേ ഒരു വൻകര ഏതാണ്? അന്റാർട്ടിക്ക. ഏറ്റവും ഉയർന്ന സാക്ഷരതയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്. സാക്ഷരത ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏത്? ദാദ്ര നഗർ ഹവേലി. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ സാക്ഷരതയുള്ള ജില്ല ഏത്? അലിരാജ്പൂർ, മധ്യപ്രദേശിലെ ജില്ലയാണിത്. ലോക ജനസംഖ്യ 600 കോടി തികഞ്ഞത് എന്നാണ്? 1999 ഒക്ടോബർ 12. ലോക ജനസംഖ്യ 700 കോടി തികഞ്ഞത് എന്നാണ്? 2011 ഒക്ടോബർ 31. ഏതു സംഭവത്തിൻ്റെ ഓർമ്മക്കാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി തിരഞ്ഞെടുക്കാൻ കാരണം? ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിൻ്റെ ഓർമ്മക്ക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതം ഉള്ള ജില്ല ഏത്? കണ്ണൂർ. ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ജനപ്പെരുപ്പം സൃഷ്ടിക്കുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ലക്ഷ്യം. ലോക സെൻസസ് ദിനം എന്നാണ്? ജൂലൈ 11. ദേശീയ സെൻസസ് ദിനം എന്നാണ്? ഫെബ്രുവരി 9. ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? 1943. ഒരു സ്ത്രീക്ക് ഓരോ വർഷം കൂടുതലായി വിദ്യാഭ്യാസം ലഭിക്കുമ്പോഴും ശിശുമരണ നിരക്ക് എത്ര ശതമാനം കുറയുന്നു? 5%. നിലവിലെ ആഗോള ഫെർട്ടിലിറ്റി നിരക്ക് അനുസരിച്ച് 2100 ലോക ജനസംഖ്യ എത്രയായിരിക്കും? 30 ബില്യൺ. ചരിത്രത്തിലുടനീളം മനുഷ്യ ജനസംഖ്യാ വളർച്ചയുടെ ഗ്രാഫിനോട് കൃത്യമായി സാമ്യമുള്ള അക്ഷരം ഏതാണ്? ജെ. ആധുനിക ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിൽ ആഗോളതലത്തിൽ എത്ര സ്ത്രീകൾക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു? ഏകദേശം 18 ദശലക്ഷം. ലോക ജനസംഖ്യയുടെ ശരാശരി ആയുസ് ദൈർഘ്യം എത്രയാണ്? ഏകദേശം 72 വർഷം. ഇന്ത്യയിൽ എത്രാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്? 15ാമത്തെ. സ്വതന്ത്ര ഇന്ത്യയിൽ ആണെങ്കിൽ 7ാമത്തെ. തിരുവിതാംകൂറിലെ ആദ്യ സമഗ്ര സെൻസസ് നടത്തിയത് ആരാണ്? ആയില്യം തിരുനാൾ.
2025 ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ തീം എന്താണ്? ഹൗ ടു സേഫ് ഗാർഡ് ദ ഹെൽത്ത് ആൻഡ് റൈറ്റ്സ് ഓഫ് ഗേൾസ് ആൻഡ് വുമൺ. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഏതു രാജ്യത്തിൻ്റേതാണ്? ഇന്ത്യ. പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന വിഖ്യാത ഗ്രന്ഥം എഴുതിയത് ആരാണ്? തോമസ് റോബർട്ട് മാൽത്തൂസ്. ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട പാർട്ട് 4 അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.